പാട്ടാണ് സന്നിധി എന്നൊരു ആൽബം. അതിൻ്റെ സംഗീതം ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. അപ്പോൾ റെക്കോർഡിങ് തരങ്ങിണി സ്റ്റുഡിയോ ട്രിവാൻഡ്രത്താണ്. അതിനകത്തൊരു പാട്ടുണ്ട്, എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. എന്നുള്ളം കൈകളിൽ പുണ്യമാം പമ്പാ തീർത്ഥവും കോരിയെടുത്തു. എന്നുള്ളം കൈകളിൽ പുണ്യമാം പമ്പാ തീർത്ഥവും കോരിയെടുത്തു. ഇത് അങ്ങോട്ട് ചെയ്തിട്ട് അദ്ദേഹം കരഞ്ഞിട്ട്, നീ എനിക്ക് ഇന്തമാതിരി ട്യൂൺ കൊടുത്തിട്ട് എന്താ എനിക്ക് ഇങ്ങനൊരു മനോഹരമായ ഒരു ട്യൂൺ നീ തന്നല്ലോ, നീ സംഗീതം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചല്ലോ, അയ്യപ്പാ അയ്യപ്പ എന്ന് വിളിച്ചിട്ട് കരച്ചിൽ. എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കണം. സന്നിധി എന്നാണ് ആൽബം. അത് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അതിൽ എന്നുള്ളം കൈകളിൽ എന്നുള്ള പാട്ടാണ്. അമീർ കല്യാണി രാഗത്തിലാണ്. അതിൻ്റെ അനുപല്ലവിയും ചരണവും കേൾക്കണം. സാർ, ആ അനുപല്ലവിയില് വൈദികളുടെ ഒരു ഭക്തിസർപ്പിനെ അലകടൽ അലറി നിൽക്കെ മലനിരകൾ മഴ പൊഴിയെ അതിരുകാക്കും പുലികളാകും ഇവ തവാന്തികെ ഇരുകൈയിൽ ക്ഷിതിയൊരു താമരപ്പൂ ഭക്തർ ആനന്ദ വിളയാട്ടു പമ്പരങ്ങൾ. അലകടൽ അലറി നിൽക്കെ മലനിരകൾ മഴ പൊഴിയെ അതിരു കാക്കും പുലികളാകും ഇവ തവാന്തികേ തിരുകൈയിൽ ക്ഷിതിയൊരു താമരപ്പൂ ഭക്തരാനന്ദ വിളയാട്ടു പമ്പരങ്ങൾ. ഞാനൊരു നിമിത്തം പോലെ പറയുന്നത്, ഈ കഥകളൊക്കെ സാറ് പറയുമ്പോൾ എനിക്കറിയുന്നുള്ളൂ. ഞാൻ പണ്ട് ചെറുപ്പം മുതലേ 90കളുടെ തുടക്കത്തിലാണ് ഇത്. ഞാൻ കാസറ്റ് ഇട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ സംഗീതത്തിന്റെ ഒരു സിദ്ധിയാണ് പറയുന്നത്. അതിൽ ഈണം, ആലാപനം, വരികള്, പന്തളത്തരജൻ എന്നു മനസ്സാലെ വിളിച്ച് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അനുകൂല പന്തളത്തരജനെന്നു മനസ്സാലെ വിളിച്ചേ സ്വാമി തൻ പാലൊഴുകും മുഖം കണ്ടേ. പണം, പ്രശസ്തി, സൗകര്യങ്ങളിലൊക്കെ അപ്പുറത്ത് ഗുരുത്വം, അനുഗ്രഹം എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. ഞാൻ ചോദിട്ടെ, ദക്ഷിണാമൂർത്തി സ്വാമി ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു പാട്ട് എനിക്ക് പാടാൻ കഴിഞ്ഞതിൽ കൂടുതൽ എന്ത് വേണം? തിരുകൈയിൽ ക്ഷിതിയൊരു താമരപ്പൂ ഭക്തരാനന്ദ വിളയാട്ടു പമ്പരങ്ങൾ.